ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. ഇത് അടുക്കളയ്ക്ക് ഞാൻ കയറിയിട്ടുള്ളൂ കേട്ടോ, രാവിലെ എല്ലാം കഴിഞ്ഞിട്ട്. അപ്പം ഉണ്ട് ബെല്ലടിക്കുന്നു, പോയി നോക്കുമ്പോൾ അവിലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അപ്പം പറഞ്ഞു ചേച്ചിയെ കൈനട്ടാണ്, ചേച്ചിയെ തരാതിരിക്കരുതിട്ടാ, വാങ്ങാതിരിക്കരുതിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് അവിൽ വാങ്ങിയിട്ടാ. അപ്പം എല്ലാവരും കൈനട്ടത്തിന് വരും കേട്ടോ എൻ്റെ അടുത്തേക്ക്. നല്ലതാണ് എൻ്റെ അടുത്ത് നിന്ന് കൈനട്ടം കിട്ടിയാലും പറഞ്ഞിട്ട്. പക്ഷേ എൻ്റെ കൈ കൊണ്ട് എനിക്കൊരു ഉപകാരമില്ല കേട്ടോ. അങ്ങനെ ചപ്പാത്തിയാണ് കേട്ടോ, ചപ്പാത്തിയും കൊള്ളിക്കറിയാണ് കേട്ടോ. പിന്നെ ഇടിഞ്ചക്ക ഇന്നലെ ഞാൻ കാണിച്ചു തന്നല്ലോ, അതൊക്കെ ഞാൻ ഇന്നലെ രാത്രി ഇരുന്ന് അരിഞ്ഞ് ഉണ്ടാക്കിയിട്ടാ. കുറേ വൈകിട്ടാണ് പിന്നെ അടുക്കളയിൽ നിന്ന് പോയേട്ടാ. അപ്പോൾ ഈ കപ്പയൊക്കെ ഞാൻ കഷ്ണങ്ങളാക്കിയിട്ട് ചെറിയ സവോളയും പച്ചമുളകും ഇഞ്ചിയും മഞ്ഞപ്പൊടി ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വേവട്ടെ. അപ്പോൾ ഈ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ അജിമിയുടെ പുട്ടുപൊടിയുടെ ഒരു ഷീറ്റാണ് കേട്ടോ. അപ്പോൾ അതിലാകുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ തറയെ തുടയ്ക്കും വെള്ളം ഉണ്ടെങ്കിൽ അത് ഉണങ്ങാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ആ ഭാഗം അധികം അഴുക്കും ആവില്ല. അപ്പോൾ ഞാൻ അതിലാണ് കേട്ടോ ഒക്കെ ഒന്ന് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നല്ല സൂപ്പറായിട്ട് നല്ല ഒട്ടി പിടിക്കാതെയൊക്കെ ആയിട്ട് നന്നായിട്ട് കിട്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ട് അതൊന്ന് വറവിട്ടെടുക്കുകയാണ്. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോയാണ്, എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാട്ടാ. അപ്പോൾ കടുകൊക്കെ പൊട്ടിയതിൻ്റെ ശേഷം ഒരു സ്പൂണ് കടലപ്പരിപ്പും ഉണക്കമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം നമ്മൾ വേവിച്ച് വെച്ച കൊള്ളി, അതിലൊരു മുറി നാളികേരം, പച്ച നാളികേരം അരച്ച് ചേർത്തുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള കറി ആയിരുന്നിട്ട്, നമുക്ക് ചപ്പാത്തി തിന്നാൽ പോതി വരില്ല കേട്ടോ, അത്രയും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ എനിക്കിങ്ങനെ വീഡിയോ ഇരുന്ന് കാണാനൊന്നും അങ്ങനെ ടൈമില്ല കേട്ടോ. അപ്പം ഞാനൊക്കെ പ്ലേ ചെയ്തിടും കേട്ടോ, ഞാൻ കാണുന്ന നമ്മളെ കൂട്ടുകാരെ വീഡിയോ ഒക്കെ. അപ്പോൾ അങ്ങനെ അതിൽ എന്താ കാര്യങ്ങളെന്ന് നോക്കിയാണ്ട് ചിലപ്പോൾ പറയാൻ കിട്ടില്ല കേട്ടോ, നമ്മളിങ്ങനെ ഇരുന്ന് കേൾക്കണില്ലല്ലോ. അപ്പം എൻ്റെ തിരക്കും ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. മുഴുവൻ കണ്ടാലേ ഞാൻ കമൻറ്റ് ഇടുള്ളൂ കേട്ടോ. അങ്ങനെ ചപ്പാത്തിയൊക്കെ പരത്തിയെടുത്ത് അതൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് അടുക്കളപ്പണികളൊക്കെ വേഗം തീർത്തിട്ട് നമുക്ക് വിറകരയൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്ട് വിറക് ഇറയിലുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് ഒക്കെ ഒന്ന് അടിച്ച് ഒക്കെ ഒന്ന് ക്ലീനാക്കി ഇടണം. അപ്പോൾ വിറകുകാരനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് നാളെ വിറക് കൊണ്ടുവരും. അപ്പം ഇന്നൊക്കെ പുറത്താട്ടൊക്കെ എടുക്കണത്, മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ കുറച്ച് ചായപ്പൊടിയൊക്കെ അടിയിലിട്ടിട്ട് വേണം ഇനി വിറകൊക്കെ കയറ്റാൻ. അപ്പോൾ 5:30 തുടങ്ങിയ പണി ഇന്ന് അവസാനിച്ച് 1:45 അപ്പോൾ അങ്ങനെയാണല്ലേ നമ്മളെ വീട്ടമ്മമാരൊരു അവസ്ഥ. അങ്ങനെ കുഞ്ഞമ്മത്തി ഇന്നും മുളക് കറി തന്നെ കേട്ടാ. അപ്പോൾ ഞാൻ കറിയൊക്കെ തിളച്ചപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി നമ്മളെ ചക്ക ഒന്ന് വറവിടണം. അപ്പോൾ കുറച്ചധികം തന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. കടുകൊക്കെ പൊട്ടി ഒരു ഉണക്കമുളകും നമ്മളെ ചതച്ച ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചക്കയിൽ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ കോരി ഇടുകയാണ് കേട്ടോ. അപ്പോൾ അപ്പോൾ എനിക്ക് ശബ്ദത്തിനൊരു മാറ്റം ഉണ്ട് കേട്ടോ, തോന്നുന്നുണ്ട്. പൊടിയൊക്കെ മാസ്കൊക്കെ ഇട്ടുണ്ടായിരുന്നു, എന്നാലും ചെറുതായിട്ടൊരു ഒച്ച അടഞ്ഞ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളകും പൊടി കേട്ടോ ചേർത്ത് കൊടുത്തുള്ളത്. കൂടെ തന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുറി നാളികേരം ചിരകി എടുത്തുകൊണ്ട് ഞാൻ കേട്ടോ. അതും കൂടി ചേർത്ത് നല്ല ഉലർത്തിയെടുക്കണം കേട്ടോ. ലാസ്റ്റ് കുറച്ചും കൂടിയും പച്ച വെളിച്ചെണ്ണ ഇറക്കാൻ നേരത്ത് കുറച്ച് ഒഴിച്ചിട്ട് ഒന്നാണ്ട് ചേർത്തെടുത്താൽ നല്ല അടിപൊളി നല്ല ഇടിച്ചക്കത്തോരൻ റെഡിയാണ് കേട്ടോ. അപ്പോൾ നല്ല മട്ടരിയുടെ കഞ്ഞും ഈ തോരനും ഉണ്ടെങ്കിൽ നമുക്ക് കുടിച്ചാൽ പൂതി തീരില്ല കേട്ടോ. എനിക്ക് ചോറിൽക്കീനെക്കാട്ടും ഇഷ്ടം ഈ മട്ടരി തന്നെ വേണം കേട്ടോ. മട്ടരിയുടെ കഞ്ഞിയാണ്. ഇന്നിപ്പോൾ ഇവിടെ മട്ടരിയൊന്നും കഞ്ഞിയൊന്നും ഇല്ല. ഞാൻ ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അങ്ങനെ ചോറിക്ക് തന്നെ കേട്ടോ അടുത്ത്. അപ്പോൾ നല്ലൊരു അടിപൊളി നമ്മളെ ഇടിച്ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ കൊടുത്തിട്ട് എല്ലാവർക്കും ഉപ്പേരി എല്ലാം മുറിച്ചിട്ട് ഞാനൊരു കഷ്ണം എടുത്തുള്ളൂ. അപ്പോൾ നല്ല മത്തിയൊക്കെ കറി പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കുറച്ച് ഉലുവാപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതും റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളെ അടുക്കളയിലത്തെ ഒരുവിധം പണികളൊക്കെ കണ്ട് കഴിഞ്ഞു കേട്ടോ. ഇതാ എല്ലാ സാധനങ്ങളും പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ് കേട്ടോ. മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ ലാസ്റ്റ് അടിയിൽ നിന്ന് 2 കൊള്ളി കിട്ടിയിട്ടാ, കൊള്ളിയുടെ വിറകിൻ്റെ. അപ്പോൾ ഇന്ന്
600 ഒരാളെ നിർത്തിയാൽ ചെയ്യില്ല കേട്ടോ, അത്രയും പണിയായിരുന്നു കേട്ടോ ഇന്ന്. അതുകൊണ്ട് എല്ലാ സാധനങ്ങളും പുറത്താക്കി അടിച്ച് ചെതലൊക്കെ കുത്തി തുടച്ച പോലെ ഇട്ടേക്കുക. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും ഇത്ര തന്നെയുള്ളൂ കേട്ടോ. കുഞ്ഞൊരു വീഡിയോ ആണ്, എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. ഓക്കെ, ബായ്.